ഈ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളും ഇൻട്രോവേർട്ടഡ് ആയി പോകുന്ന പോലെ ആവുന്ന ആളുകളും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട്. അതായത് ഇൻട്രോവേർട്ടഡ് ആവുന്ന ആളുകൾക്ക് ഇൻറ്റേർണലി അവരങ്ങനെ ഓക്കെയാണ്, അതൊരു പ്രശ്നമായിട്ട് നമ്മൾ വിചാരിക്കാനേ പാടില്ല. ഓക്കെ, അതായത് അവർ ഇൻറ്റേർണലി ഹാപ്പിയാണ്. അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് കുറച്ച് എനർജി ആയിട്ടും അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ടും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ടൈമും പേഴ്സണൽ സ്പേസും അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ഇങ്ങനെ തോന്നില്ല, അയ്യോ എനിക്ക് 4 ആളില്ലല്ലോ എൻ്റെ ചുറ്റും ഇരിക്കാനും സംസാരിക്കാനും അവർക്ക് തോന്നില്ല. ഇത് കാണുന്നവർക്കാണ്, നമുക്കാണ് അവർക്ക് എന്തോ പ്രശ്നമുണ്ട് തോന്നുക, പക്ഷെ അവർക്ക് പ്രശ്നമില്ല. ഇനി മറ്റൊരു കാറ്റഗറി, ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ചോദിച്ച മറ്റേ കാറ്റഗറീനെ പറ്റിയാണ്. അതായത് ആഗ്രഹമുണ്ട് എന്നാൽ പറ്റുന്നില്ല. അത് ലേൺഡ് ആയിട്ടുള്ള നമുക്ക് അതിനുള്ളൊരു എക്സ്പോഷർ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ബൈ പ്രാക്ടീസേ ശരിയാവുള്ളൂ. അത് ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആ പ്രായത്തിൽ നമ്മൾ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് തന്നെ ഓക്കെ ആവേണ്ടി വരും. കുട്ടികളാണെങ്കിൽ അത് നാച്ചുറലി അവർക്ക് അതിനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്കില്ലെല്ലാം ബിൽഡാവില്ലേ? കൊടുക്കാതിരിക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ. തീർച്ചയായിട്ടും.